ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിലേ അത് കാശ്മീർ താഴ്വരയാണെന്നാണ് പണ്ട് ജഹാംഗീറും അമീർ ഖുസ്രുവും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ കാലത്താണ് അവർ കാശ്മീർ കാണുന്നതെങ്കിൽ അങ്ങനെ പറയുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു പുസ്തകമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ശശിതയുടെ കാവ എന്നുള്ള പുസ്തകമാണ്. കാശ്മീർ താഴ്വരയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അവരുടെ അവസ്ഥകളെപ്പറ്റി പറയുന്നൊരു പുസ്തകമാണിത്. കഥയാണ്, പ്രണയമുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളും ഉണ്ട്. നമ്മൾ പോയി കാണാൻ പറ്റാത്തവർക്ക് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകും ഇത് വായിക്കുമ്പം. ഓക്കെ, അപ്പോൾ കാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ്മീർ താഴ്വരയിലുള്ള അവിടെയുള്ള ആൾക്കാർ കുടിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളും കുങ്കുമപ്പൂവും ഇട്ടിട്ടുള്ള ഒരു മധുരച്ചായയാണ്. അവിടെ ചെല്ലുന്നവർക്ക് അവിടുത്തെ സാധാരണ ജനങ്ങൾ അവരുടെ സ്നേഹ സൽക്കാരമായിട്ട് കൊടുക്കുന്ന മധുരച്ചായ. ഓക്കെ, ഈ പുസ്തകം എന്ന് പറയുന്നത് കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരുകാരിയായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഗൗരി എന്നാണ് പേര്. അവളുടെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ലേഡീസ് ട്രിപ്പ് പ്ലാൻ ചെയ്യാണ് കാശ്മീരിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞ് 2 ദിവസത്തെ യാത്രയ്ക്ക് അവിടുന്ന് അവർക്കൊരു ടാക്സി ഡ്രൈവർ കിട്ടുകയാണ്, പേര് ഷബ്രോസ്. അയാൾ അവിടെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഇവർക്ക് ഉൾപ്രദേശങ്ങളാണ് കൂടുതൽ കാണേണ്ടതെന്നുള്ളൊരു ആഗ്രഹം പറയുകയും അപ്പോൾ അയാളുടെ ഗ്രാമത്തിൽ കൊണ്ടുപോവുകയും അവിടുന്ന് അയാളുടെ അമ്മയും അതുപോലെ സഹോദരിയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോഴത്തേക്ക് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണെന്നുള്ളൊരു വാർത്ത വരുമ്പം ഇവരെ ഫ്രണ്ട്സ് എന്താക്കും, തിരിച്ചു പോകാമെന്ന് പറയും. പക്ഷേ അവിടെ ചെന്നിട്ട് അവൾ പരിചയപ്പെടുന്ന മറ്റൊരു ജേർണലിസ്റ്റാണ് കബീർ സോഫി എന്ന് പറയുന്ന ആൾ. അയാളുമായിട്ട് അവളെ ഇഷ്ടത്തിലാവുകയാണ്. അപ്പോൾ അയാളെ വിട്ട് പോരാനുള്ളൊരു മാനസിക വിഷമം കൊണ്ട് സുഹൃത്തുക്കൾ പോവുകയും അവൾ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കാന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്യും. അങ്ങനെ ഷബ്രോസ് അവളെ കബീർ സോഫീൻ്റെ അരികിലേക്ക് ആക്കി കൊടുക്കുകയാണ്. താഴ്വരയിൽ തന്നെയുള്ള അധികം ആളുകളൊന്നും ചെല്ലാത്തൊരു കുന്നിൻ്റെ പൊക്കത്തുള്ള ഒരു വീടിൻ്റെ അടുത്തേക്ക് അവർ യാത്ര പോവുകയും അവിടെ അവർ താമസിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സമയത്ത് വന്നിട്ട് രാത്രിക്ക് വന്നിട്ട് കുറച്ച് ആളുകൾ അയാളെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ കാശ്മീരിൽ വെച്ചിട്ട് അവൾ അവസാനമായിട്ട് അയാൾ അപ്പോഴാണ് കാണുന്നത്. അങ്ങനെ ഷബ്രോസ് വന്ന് തിരികെ അവളെ നാട്ടിലേക്ക് അയക്കുകയും 1-2 ആഴ്ചത്തെ കാലത്തേക്ക് കബീറിൻ്റെ ഒരു വിവരവും കിട്ടാതാവുകയും ചെയ്യും. അപ്പം അവൾ അതിനോട് കോപ്പപ്പ് ചെയ്തിങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും അയാളുടെ മെസ്സേജ് വരികയും അയാൾ ഇവളെ കാണാൻ ബാംഗ്ലൂരിലേക്ക് വരികയും അവർ ബാംഗ്ലൂരിൽ വെച്ചിട്ട് 2 ദിവസം ഒന്നിച്ച് താമസിക്കുകയും ചെയ്യും. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അയാൾ പറയും, അച്ഛനും ഞാനും കൂടെ അവിടുന്ന് സ്ഥലം മാറാൻ വിചാരിക്കുന്നുണ്ട്, ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാറുമെന്ന് അവളോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. കബീർ സോഫിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മയും സഹോദരനും ചെറുപ്പകാലത്തുണ്ടായ ഒരു ഭീകരാക്രമണത്തിൽ അബദ്ധവശാൽ വെടിയേറ്റിട്ട് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അയാൾക്ക് വെടിവെച്ചയും അതുപോലെ തന്നെ ഈ ഒരു ട്രോമ അയാൾക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മകനെയും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു വേദന അയാളുടെ അച്ഛനുണ്ടായിരുന്നു. കാരണം ഇയാളൊരു പത്രപ്രവർത്തകനാണ്. പത്രപ്രവർത്തകർക്കും ആ നാട്ടിലെ കണ്ണിലെ കരടുകളാണ്. തീവ്രവാദികളുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ ആയിക്കോട്ടെ കണ്ണിലെ കരടുകളാണ് ശരിക്കും പത്രപ്രവർത്തകരും. 2 ഭാഗത്തും നിൽക്കാത്ത ആളുകളും അവിടെ അവരുടെ കണ്ണിൽ കരടുകളാണ്. അങ്ങനെ ഇയാൾ വന്നിട്ട് ഇവളെ കണ്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയി അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി അവർക്കൊരു ഫോൺ കോൾ ചെയ്യാനുള്ള സമയം ആകുമ്പോഴത്തേക്കും കട്ടായി പോകും. പിന്നെ അയാളെ കാണുന്നില്ല. പിന്നെ ഇവള് ഒരു 5 മാസം അപ്പോഴത്തേക്കും ഗർഭിണിയായിട്ടുണ്ടാവും. അപ്പം കുട്ടിയുടെ അച്ഛൻ കബീർ സോഫി ആയതുകൊണ്ട് ഇയാൾ അന്വേഷിച്ച് വീണ്ടും ഇവൾ കാശ്മീർ താഴ്വരയിലേക്ക് പോവുകയും ഷബ്രോസിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷബ്രോസിൻ്റെ സഹായത്തോടുകൂടി കബീർ പോകാനുള്ള സ്ഥലങ്ങളിലും കബീർ കണ്ടുമുട്ടാൻ ചാൻസുള്ള ആളുകളിലേക്കൊക്കെ ഇവർ എത്തുകയാണ്. അങ്ങനെ ഇവരോടൊക്കെ അന്വേഷിക്കുകയും പക്ഷേ കബീറിനെ പറ്റി ഇവർക്ക് യാതൊരു അറിവും കിട്ടുന്നില്ല. അതിനിടയ്ക്ക് ഇയാളുടെ അച്ഛൻ ഹമീദ് എന്ന് പറയുന്ന ഇയാളുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പലവട്ടം പരാതി കൊടുക്കുന്നുണ്ട്. പരാതി കൊടുക്കുന്നത് വെറുതെയാണെന്നറിയാം. കാരണം താഴെ ഒരാൾ മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ കണ്ടു കിട്ടുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അവർ മരിച്ചോ അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്ക്, അവരുടെ ശരീരം പോലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് കാശ്മീരിലെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇവർ രണ്ടും, അതായത് ഷബ്രോസും ഗൗരിയും കൂടെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോകും, പല ആളുകളെയും കാണും. അപ്പം പക്ഷെ ഇവരെ അതേപോലെ ഇവരും
പട്ടാളത്തിൻ്റെ നോട്ടപ്പുള്ളികളായി മാറും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്രപ്രവർത്തനായ ഒരാളെ തേടി പുറത്തുനിന്നുള്ളൊരു പെൺകുട്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഷബ്രോസിനെ ചോദ്യം ചെയ്യുകയും അയാളെ വിട്ടയക്കുകയും ചെയ്യും. അതേപോലെ ഗൗരിയെയും ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൻ്റെ ആ 2 ദിവസത്തിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഗർഭം അലസി പോവുകയും അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയ ഷബ്രോസ് പക്ഷേ അയാളുടെ കാറിലിരുന്ന് ആരാണ് അയാളെ കൊല്ലുന്നതെന്ന് നമുക്കറിയില്ല. അയാൾ കാറിലിരുന്ന് ആരോ വെടിവെച്ച് അയാളെ കൊല്ലുന്നുണ്ട്. അതിനുശേഷം ഗൗരി തിരിച്ചു വരികയും ഹമീദ് അതായത് കബീർ സോഫീൻ്റെ അച്ഛൻ ഒരു ഹൃദയാഘാതം വന്ന് മരിക്കുകയും അയാളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് മുമ്പ് കബീർ വരും എന്നുള്ള വിശ്വാസത്തിൽ അയാളെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ വരുന്നില്ല. അങ്ങനെ താഴ്വരയിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരുമെന്നുള്ള ഉറപ്പ് മേടിച്ചിട്ട് ഗൗരീനെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കബീർ സോഫിയുടെ ശവശരീരം ഒരു പാലത്തിന് താഴെ വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കുകയായിരുന്നു. അത്രയാണ് കഥ. അതിനിടയ്ക്ക് ഈ കഥയിൽ പ്രണയമുണ്ട്. കബീറിൻ്റെയും ഗൗരിയുടെയും പ്രണയമുണ്ട്. അതുപോലെ ഷബ്രോസിൻ്റെയും അയാളുടെ ഭാര്യ ഷഹനാരയുടെയും പ്രണയമുണ്ട്. അപ്പോൾ പ്രണയമുള്ള ആൾക്കാർ, പ്രണയത്തിനെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. പ്രണയമുള്ള ആൾക്കാർ അവരുടെ ഓർമ്മകളെപ്പോലും കൊല്ലാൻ കെൽപ്പില്ലാത്തവരാണ്. അതുകൊണ്ട് പ്രണയമില്ലാത്ത ആളുകളാണ് ലോകത്തെ ഭരിക്കുന്നതും ലോകത്തെ നശിപ്പിക്കുന്നതുമെന്നാണ് ഒരു ഇതായിട്ട് പറയുന്നത്. പിന്നെ നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ സ്വയം തീവ്രവാദികളാകുന്നില്ല. കുറേ പേര് ആകർഷിച്ച് പോകും. പക്ഷേ ഈ അബദ്ധവശാൽ മരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കുടുംബാംഗങ്ങളെ തേടിയിട്ട് ഈ തീവ്രവാദികൾ ഇവരുടെ മരണാനന്തര ചടങ്ങുകൾ കഴിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിൽ കാത്തിരിക്കും. എന്നിട്ട് പ്രതികാരത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാമെന്ന് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഇവരുടെ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയും അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള അമ്മമാരുടെ ഏറ്റവും വലിയ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ കാട് കയറി പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തീവ്രവാദത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. മരണത്തേക്കാൾ കൂടുതൽ അവിടെയുള്ള അമ്മമാർ ഭയപ്പെടുന്നത് കാട് കയറി പോകുന്ന മക്കളെ പറ്റി ഓർത്തിട്ടാണ്. അപ്പം കഥയിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീർ താഴ്വരയിലെ പൂന്തോട്ടങ്ങൾ അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ രക്തം കൊണ്ട് നനച്ചെടുത്താണ്. അവിടെയുള്ള പൂക്കൾ വിരിയുന്നത് അവരുടെ രക്തച്ചുവപ്പിൽ നിന്നാണെന്ന്. ജനങ്ങൾക്ക് എങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഓപ്ഷനില്ല. ജീവിക്കുക, മരിക്കുക, അത് മാത്രമേ ഉള്ളൂ അവരുടെ 2 ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അവിടെയുള്ള സ്ഥിതിയാണ്. അതായത് പട്ടാളക്കാരോ അല്ലെങ്കിൽ തീവ്രവാദികളോ അവരുടെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങൾ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അവരെ പ്രലോഭിപ്പിച്ച് തീവ്രവാദത്തിലേക്കോ അല്ലെങ്കിൽ ചാരപ്പണിയിലേക്കോ കൊണ്ടുപോകുന്നവരാണ്. അതിൽ പെട്ടുപോകുന്നവരാണ് കൂടുതലും. കാരണം എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുമ്പം അവരുടെ വേദന എത്രമാത്രം ഉണ്ടാവും. ആ വേദനയെ ചൂഷണം ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അത് പക്ഷേ മനസ്സിലാക്കി ഈ തിരിച്ചു വരുന്നവരും ഇതേപോലെ തീവ്രവാദികളുടെയും പട്ടാളക്കാരുടെയും നോട്ടപ്പുള്ളികളാവും. അവരുടെയും മരണവും ഇവരിൽ ആരെങ്കിലും ഒരാളുടെ കൈ കൊണ്ടായിരിക്കും. അപ്പം ഒരു അനിശ്ചിതത്തിലാണ് അവരുടെ ജീവിതം മൊത്തത്തിൽ പോകുന്നത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ അവരുടെ ജീവിതം അനിശ്ചിതത്തിലാണ്. എങ്ങനെയാണ് മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷെ എങ്ങനെ മരിക്കും എന്നുള്ളതാണ് അവരുടെ എപ്പോഴത്തെയും ചിന്ത അതായിരിക്കും. ഓക്കെ, അപ്പം പിന്നെ അത്രയാണ് കാവ എന്നുള്ള നോവലിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് അറിയുന്ന പോലെ തന്നെ കാശ്മീർ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഭരണഘടനയും അതുപോലെ പതാകയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2019 അത് എടുത്തു കളഞ്ഞതോടുകൂടി അത് 2 യൂണിയൻ ടെറിട്ടറീസായി മാറിയിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. നമ്മൾ കണ്ടറിയാത്തൊരു കാശ്മീരിനെ വായിച്ചറിയാൻ സഹായിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ മണമുള്ള അതിൻ്റെ മധുരമുള്ള കാവയുമായിട്ട് അവിടെയുള്ള മനുഷ്യന്മാർ, ആ ടൂറിസ്റ്റുകളാണ് അവരുടെ വരുമാനം കൂടുതലും. ഷബ്രോസിനെ പോലുള്ള ആളുകളുടെ അയാളുടെ അമ്മയെപ്പോലെ മധുരച്ചായ നീട്ടിയിട്ട് കുറേ സാധാരണ ജനങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ടെന്നും കൂടി പുസ്തകം പറയുന്നു. അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ.